അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ, ഒരു 4-5 ദിവസം മുന്നേ ഞാൻ നന്നായിട്ടൊരു ഷോപ്പിംഗ് നടത്തി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്ളോഗിന് ശേഷമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എൻ്റെയും ശരത്തേൻ്റെയും ബർത്ത്ഡേ ജൂൺ മാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ശരത്തേന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യും. ആദ്യം ശരത്തേൻ്റെ ബർത്ത്ഡേയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശരത്തേന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് മോളിലേക്ക് പോയതാണ്. അപ്പോൾ അന്നേരം ശരത്തേന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, അതൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിത് വിചാരിച്ചു എന്നാൽ ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ശരത്തേൻ്റെ ഡ്രസ്സ് എടുത്തു. അപ്പോഴാണ് ശരത്തേൻ പറഞ്ഞത്, നിൻ്റെയും ബർത്ത്ഡേ അല്ലേ, നീയും ഡ്രസ്സ് പർച്ചേസ് ചെയ്ത്, നീ ഇതിന് വേണ്ടി രണ്ടാമത് ഇനി പോകണ്ടല്ലോ എന്നൊക്കെ കേട്ടോ. എന്നാൽ ശരി, കിട്ടിയ അവസരം ഞാൻ മുതലാക്കി. ഞാനും ഇഷ്ടംപോലെ ഡ്രസ്സുകൾ എടുത്തു. നമ്മൾ മാക്സ്, ലൈഫ് സ്റ്റൈല്, അതുപോലെ പാന്തലൂൺ, ഈ കടകളിൽ നിന്നാണ് ഷോപ്പിംഗ് ചെയ്ത് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്തത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഹൈ എൻഡിലേക്ക് വരുന്ന ഡ്രസ്സുകളുണ്ട്. അതല്ലാതെ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ഡെയിലി വെയർ, ഓഫീസ് വെയർ, അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. പിന്നെ എത്തനിക് വെയറിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നില്ല, കാരണം എന്താ വെച്ചാൽ അത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ എനിക്ക് അത്ര താല്പര്യമില്ല. എക്സെപ്റ്റ് എന്തെങ്കിലും ഫങ്ഷൻ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വക ഡ്രസ്സുകൾ ഉപയോഗിക്കുള്ളൂ. അതല്ലാതെ നമുക്കിവിടെ പുറത്തു പോകാനാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ കുട്ടി കുട്ടി പാർട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത്രയും ഹെവി ആയിട്ടുള്ള 4000-ഉം 5000-ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് എടുക്കേണ്ട ഡ്രസ്സുകൾ എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ നമ്മൾ വിചാരിച്ച എമൗണ്ടിലേക്ക് കുറേ ഡ്രസ്സുകൾ എടുത്തു. അങ്ങനെയാണ് ഞാൻ ഇത്തവണ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം ശരത്തേന് മേടിച്ച ഡ്രസ്സുകളും, ആർക്കെങ്കിലും ടീഷർട്ട്സും, ഇനിയിപ്പം എന്താ പറയുക, ചേട്ടന്മാരെ ഒഴിവാക്കിയെന്ന് വേണ്ട, നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ശരത്തേന് ഇഷ്ടപ്പെട്ട കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, മക്കൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു ഫാമിലി ആയിട്ട് എടുത്ത ഡ്രസ്സുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ ഇട്ട് കാണിക്കാം, ബാക്കിയുള്ളവരുടെ അവർ എൻ്റെ പോലെ വന്ന് നിന്ന് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്ലാതെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഇന്ന് ഞാൻ ഇട്ടതിൽ ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ അത്രയും വലിയ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളൊന്നല്ല, ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഇപ്പോൾ പൊതുവെ ഈ കൈൻഡ് ഓഫ് ഡ്രസ്സുകളോടാണ് ഭ്രമം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസും തുടർന്ന് കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ പാന്തലൂണിൽ നിന്ന് വാങ്ങിച്ച കുർത്താസ് ആദ്യം കാണാം കേട്ടോ. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴേ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ നെക്കൊക്കെ കണ്ടോ, ബാക്കിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന ടൈപ്പിൽ പെട്ടിട്ടുള്ളതാണ്. ഇതൊരു കാഷ്വൽ വെയർ കുർത്തിയാണ്, നമുക്കൊരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കഴുത്തൊക്കെ കണ്ടോ, ഇങ്ങനെ വീനെക്കാണ്. അത് കാണാൻ തന്നെ ഒരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു കുർത്തയ്ക്ക്. ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി വൈൻ കളറിലുള്ള ഒരു കുർത്ത കേട്ടോ. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതൊരു വിസ്കോസ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, അതായത് നമ്മുടെ റയോൺ എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പ്, ഒരു ആർട്ടിഫിഷ്യൽ സിൽക്ക് ഫീലാണ് നമുക്ക് വരുന്നത് കേട്ടോ. എൻ്റെ സൈസ് സ്മോൾ ആണ്. അതുപോലെ റേറ്റ് വന്നിട്ട് 1049 റുപ്പീസ് ആണ് കേട്ടോ. പാന്തലൂണിൽ ഇനിയും ഇതിൻ്റെ ഒരുപാട് പീസ് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ ഒരു കളർ ടോണിൽ പെട്ടിട്ടുള്ള എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, കഴുത്തൊക്കെ കയറി ഒരുപാട് ഇറക്കമൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്ത. രണ്ടാമത്തെയും ഞാൻ പാന്തലൂണിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബിബ ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഡൾ പിങ്ക് കളറിൽ പെട്ടിട്ടുള്ള ഒരു കുർത്ത. ഇതിട്ടിപ്പോൾ ഞാൻ ഒന്നുകൂടി സ്ലിം ആയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക്. കഴുത്തൊക്കെ കണ്ടോ, ഇങ്ങനെ കോളർ വിത്ത് വീനെക്കാണ്. അപ്പോൾ ഞാൻ വീനെക്സ് ഇപ്പോൾ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കിത് മീഡിയമാണ് സൈസ് വരുന്നത്, ചെറിയ ലൂസ് ഉണ്ട്. അത് ഞാൻ ലൂസൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് പുറത്ത് പോയപ്പോൾ ഇട്ടത് കേട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ടിട്ട് പോകാം. അത്ര എലഗൻറ്റ് ലുക്ക് ഇതിന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1299 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി തേർഡ് വൺ ഒരു സിമ്പിൾ ഓഫീസ് വെയർ അല്ലെങ്കിൽ ഒരു കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 രൂപയാണ് കേട്ടോ. ഒരു BJ കളർ എന്നൊക്കെ പറയില്ല, അതിൽ ശരത്തേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഞാനിത്. കോളർ തന്നെയാണ് നെക്ക് വരുന്നത്, പക്ഷേ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ് കേട്ടോ. അങ്ങനെ ചൂടൊന്നും എടുക്കുന്നില്ല
കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം ഇത് 100% കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. 3/4 ആണ് സ്ലീവ് വരുന്നത്. എനിക്ക് സ്ലീവ്സ് ഒക്കെ 3/4 ആണ് ഇഷ്ടം. നെക്ക് വന്നിട്ട് കണ്ട് ഇങ്ങനെ കോളർ വന്നിട്ട് ഇങ്ങനെ വി നെക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ബട്ടൺ മാത്രം നമുക്ക് ഇങ്ങനെ താഴോട്ട് ഇറക്കാനായിട്ട് പറ്റും. കഴുത്ത് അങ്ങനെ കയറാത്തവർക്ക് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒറ്റ ബട്ടൺ മാത്രം നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. സൈസ് മാത്രം ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ലാർജാണ്. ഞാൻ ഇട്ട് നോക്കിയത് മീഡിയം ആയിരുന്നു. അപ്പോൾ മീഡിയം ആയിരുന്നു എടുക്കേണ്ടത്, തെറ്റി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മീഡിയം സൈസ് എനിക്ക് ആവശ്യമുള്ള കണ്ടു. ഇത്രയും ലൂസ് എനിക്ക് വന്നിട്ടുണ്ട് ലാർജ് ഇടുമ്പോഴത്തേക്കും. പക്ഷേ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടാൽ വലിയ കുഴപ്പമില്ലാണ്ട് പറ്റും കേട്ടോ. ഷോൾഡറിനൊന്നും വലിയ പ്രശ്നമില്ല, ചെറുതായിട്ടൊരു ഇറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. പാന്തലൂണിൽ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഞാൻ 3 എടുത്തുള്ളൂ. കുട്ടികളുടെയും ഡ്രസ്സ് ഞാൻ അവിടെ നിന്നാണ് എടുത്തത്. അതും നല്ലത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പാന്തലൂണിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തോളൂ. ഇനി നമ്മൾ മാക്സിന്ന് വാങ്ങിച്ച ഡ്രസ്സുകൾ കാണാം. അപ്പോൾ ഞാൻ കാഷ്വലായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പ്ലെയിൻ കുർത്തകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വെറുതെ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ട് പിന്നെ എനിക്ക് വന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഹെവി വർക്കൊന്നും ഇല്ലാത്ത കുർത്തകളാണ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് എംബ്രോയിഡറി ആണ് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്നത്. ഇത് എനിക്ക് അല്പം ലൂസാണ്, കാരണം ഞാൻ ലാർജാണ് സൈസ് എടുത്തിരിക്കുന്നത്. 100% കോട്ടൺ മെറ്റീരിയൽ ആണ്. എന്നാൽ പോലും ഇനി അഥവാ എങ്ങാനും ഒരു ചുരുങ്ങിയാലോ വീട്ടിൽ സ്ഥിരം ഇടുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സൈസ് എക്സ്ട്രാ എടുത്തതാണ്. മീഡിയം മതിയായിരിക്കും കേട്ടോ. എൻ്റെ ഒരു വണ്ണത്തിൽപ്പെട്ടവർക്ക് മീഡിയം മതി. കോറൽ കളർ ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലേക്ക് ഫീൽ ചെയ്യും. ഓഫ് വൈറ്റ് പെലാസോൻ്റെ കൂടെ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയിട്ടുള്ള പാൻറ്റ്സ് അല്ലെങ്കിൽ ഈവൻ നമുക്ക് ജീൻസിൻ്റെ കൂടെയാണെങ്കിലും പെയർ ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമുള്ളൊരു കുർത്ത കേട്ടോ. കാഷ്വൽ ആൻഡ് ഓഫീസ് വെയർ ആയിട്ട് മസ്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്, സൂപ്പറായിട്ട്. അടുത്ത കുർത്ത എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. സെയിം മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ്. സൈസ് കണ്ട് ഞാൻ പറിച്ചു കളയാൻ മറന്നതാണ് കേട്ടോ. മീഡിയമാണ് സൈസ് വരുന്നത് കണ്ടോ. മീഡിയത്തിലേക്ക് വരുമ്പോൾ കണ്ടോ എനിക്ക് ഈ കുർത്ത കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ലാർജ് ആകുമ്പോഴാണ് കുറച്ചുകൂടി സൈസ് കൂടുതൽ വരുന്നത് കേട്ടോ. മാക്സിൽ അധികവും ഞാൻ കണ്ടത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാഷ്വൽ വെയർ കുർത്താസ് ആയിരുന്നു നല്ലത് കണ്ടത് കേട്ടോ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 599 കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇതേപോലെ തന്നെ സ്ലീവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തന്നെ കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരു 5-6 ഡ്രസ്സ് ഒരുമിച്ച് കയ്യിൽ കിട്ടിയില്ലേ, അതിൻ്റെ നെകളിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അടുത്തത് ഒരു റസ്റ്റ് ഓറഞ്ച് കളറിൽ പെട്ടിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് സിമ്പിളാണ്, പക്ഷേ ഇതിന് അടിപൊളി ലുക്കാണ് കേട്ടോ. ഞാൻ ഇട്ടപ്പോഴും ഇതിൻ്റെ മീഡിയം സൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ കറക്റ്റ് ഫിറ്റാണ് കേട്ടോ എനിക്ക് മീഡിയം സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴുത്തൊക്കെ കണ്ടോ ഇങ്ങനെ റൗണ്ട് നെക്കാണ്, പക്ഷേ ഇങ്ങനെ കയറിയിട്ടുള്ള അധികം ഇറക്കമൊന്നും ഇല്ലാത്ത ഒരു റൗണ്ട് നെക്ക്. ചെസ്റ്റ് പോർഷൻ ഈ പറഞ്ഞ പോലെ തന്നെ എംബ്രോയിഡറി വർക്കാണ്, പക്ഷേ ഈ സ്വീക്വൻസ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ഇതിൻ്റെ റേറ്റും 599 ആണ്. നല്ല ഗോൾഡൻ കളറിലുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻസിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു കുർത്ത. അപ്പോൾ മാക്സിൽ നിന്ന് ഇത്രയും കുർത്താസാണ് ഞാൻ എടുത്തത് കേട്ടോ. ഡ്രസ്സുകളൊക്കെ കണ്ടല്ലോ, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സ് മാത്രമല്ല എനിക്കൊരു പെർഫ്യൂം കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാൽവിൻ ക്ലെയിൻ്റെ CK എന്ന് പറയും ചുരുക്കത്തിൽ. അപ്പോൾ അതിൻ്റെ ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ന്യൂ ലോഞ്ചാണ് കേട്ടോ. ഇത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 7,350 റുപ്പീസ് ആയിരുന്നു. ഇത് നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ ഏകദേശം 8,700-7,500 ആ റേഞ്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ലൈഫ് സ്റ്റൈലിനകത്ത് ഈ പെർഫ്യൂംസ് ഒക്കെ വിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ എനിക്ക് ഇതിലെ റേറ്റ് വന്നിരിക്കുന്നത് 7,350 ആണ്. പക്ഷെ ചെറിയ ഒരു മാർജിൻ അവരിങ്ങനെ കുറച്ച് റേറ്റിന് തന്നായിരുന്നു കേട്ടോ. ഒരു 250 രൂപയോ 300 രൂപ അത്രയും പ്രൈസ് കുറച്ചിട്ട് അവർ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതാണ് ആദ്യം ഞാൻ വാങ്ങിക്കാനായിട്ട് നിന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ പെർഫ്യൂംസും ഞാൻ സ്മെൽ ചെയ്ത് നോക്കിയിരുന്നു. എന്നിട്ടും എൻ്റെ മനസ്സിൽ നമുക്ക് ഫസ്റ്റ് ഒരെണ്ണം ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആ സ്മെല്ലിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നില്ല. പിന്നെ നമ്മൾ ഏത് മണത്ത് നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ വേറെ ഏതെല്ലാം തിരഞ്ഞു നോക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് പിന്നെ ഞാൻ ഇത്രയും റേഞ്ചിൻ്റെ ഇത്രയും വില കൂടിയ പെർഫ്യൂം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പോയി തപ്പി നോക്കിയതാണ്. എല്ലാം ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മേലേക്കാണ് പോകുന്നത്, 10-15 അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ മേടിച്ചത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അസാധ്യ സ്മെല്ലാണ്, നല്ല മണമായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വേറെയൊക്കെ പോയി ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇതേപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നതും CKയുടെ തന്നെയാണ് കേട്ടോ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതും എൻ്റെ കയ്യിലുണ്ട്. അത് ഏകദേശം 5,000 ആ റേഞ്ച് വരുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ.
അപ്പോൾ അതുകൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ എന്താ പറയുക പെർഫ്യൂംസ് മാറി മാറി യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഒരെണ്ണത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി മേടിച്ചതാണ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഫീനിക്സിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവരുടെ തന്നെ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷെ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മളിത് നമ്മുടെ മേത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം കഴിഞ്ഞാലും ഇതിങ്ങനെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അവേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. നമ്മുടെ ഡ്രസ്സിൽ അടിച്ചാലും കൂടി അതിങ്ങനെ നീണ്ടു നിൽക്കും. ആ ഡ്രസ്സ് വാഷ് ചെയ്ത പോലെ അതിൻ്റെ സ്മെല്ല് മാറുന്നില്ല കേട്ടോ. അത്രയും നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പെർഫ്യൂം കൂടി എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ. ഇനി നമുക്ക് ശരത്തേട്ടൻ്റെ ടീഷർട്ട്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു 5 എണ്ണോ 6 എണ്ണോ മറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 എണ്ണം ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ ഇട്ട കാരണം കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഒരു 3 എണ്ണം, ഈ ഒരു 3 എണ്ണം ഉണ്ടല്ലോ, ഇത് buy 2 get 1 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം ഇത് നിങ്ങളവിടെ ഇങ്ങനെ കുറേ ഓഫറുകൾ ഇത്തവണ പോയപ്പോൾ കണ്ടായിരുന്നു. ഇങ്ങനെ buy 2 get 1, buy 1 get 1 എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാൻഡിൻ്റെയും ഉണ്ടായിരുന്നു. ഇത് സ്പൈക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടീഷർട്ട്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈ ഒരു എന്താ പറയുക കാപ്പിപ്പൊടി മെറൂൺ ആ ഒരു കളറിൽ പെട്ടിട്ടുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരത്തേട്ട് ഇട്ടപ്പോഴും കുറച്ച് കാണാനായിട്ട് നല്ല എടുപ്പുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1399 രൂപയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് buy 2 get 1 ഓരോന്നിനും 1400 രൂപ വെച്ചിട്ടാണ് ആയിരിക്കുന്നത് കേട്ടോ ടീഷർട്ട്സ്. അപ്പം ഇതിൽ buy 2 get 1 ആയിരുന്നു. അപ്പോൾ ഒരു 1400-ന്റെ ടീഷർട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഈ ഒരു കാറ്റഗറിയിൽ സെക്കൻഡ് വൺ ദാ ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 1400 രൂപയാണ്. 1399, 1 രൂപ എപ്പോഴും കുറച്ചിട്ടാണല്ലോ ഇടുക. അപ്പോൾ ഇത് സൈസ് വരുന്നത് ശരത്തേട്ടൻ്റെ മീഡിയം ആണ് കേട്ടോ. സൈസ് എൻ്റെയും ശരത്തേട്ടൻ്റെയും സൈസ് മീഡിയം ആണ്. അപ്പോൾ മീഡിയം സൈസിൽ ഇത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ ഡ്രസ്സ്. ഈ ഒരു ടീഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്കിങ്ങനെ പ്ലെയിൻ ടീഷർട്ട്സ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടം ശരത്തേട്ടൻ, എൻ്റെ ഒരു വ്യൂ പോയിന്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കിങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ടീഷർട്ട്സ് ഇട്ട് കാണുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഇനി തേർഡ് വൺ വന്നിട്ട് ദാ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ. എനിക്ക് യെല്ലോ പൊതുവെ ഇഷ്ടമാണ്. ഞാൻ ഇട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവർ ഇട്ട്, മക്കളാണെങ്കിലും ശരത്തേട്ടനാണെങ്കിലും ഇങ്ങനെ യെല്ലോ കളറിൽ വിട്ടിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ നല്ല എടുപ്പായിരിക്കും, മുഖത്തിനാണെങ്കിലും എന്താണെങ്കിലും കാണാൻ നല്ല ലുക്ക് വരും. അപ്പോൾ ഒരു വെട്ടം വന്ന പോലെ നമുക്ക് തോന്നില്ലേ നമ്മുടെ ഫേസിലേക്ക്. അപ്പോൾ ആ ഒരു കളറ് എനിക്ക് ശരത്തേട്ടന് നന്നായിട്ട് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇപ്പോൾ 2 എണ്ണം അങ്ങനെ പ്രിന്റുള്ള ടൈപ്പ് എടുത്ത കാരണം കൊണ്ട് ഒരെണ്ണം അങ്ങനെ കുറച്ച് പ്ലെയിൻ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഇത്, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ. അടുത്തത് ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഡെയിലി വെയർ പോലെ എടുത്ത ടീഷർട്ടാണ് കേട്ടോ ഇത് 399 റുപ്പീസാണ് കേട്ടോ ഈ ടീഷർട്ടിന്. ഓഫീസ് വെയർ വീട്ടിലോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടീഷർട്ടാണ്. ഇതിന് 399 റുപ്പീസാണ് കേട്ടോ. ഇത് പ്ലെയിൻ ആണ്. ഇതേപോലത്തെ 2 എണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആക്ച്വലി വാഷ് ചെയ്തിട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, വാഷ് ചെയ്തിട്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇതേ ഒരു റേഞ്ചിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതും നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും എഴുതിയിട്ടില്ല, ഇതിനകത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ മെറ്റീരിയൽ കാണുമ്പോൾ അറിയാലോ, ഇങ്ങനെ ചൂടെടുക്കാത്തൊക്കെ ഒരു ടൈപ്പിൽ പെട്ടിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 4-5 ടീഷർട്ട്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിപ്പോൾ വലിയ ലോങ് വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കുട്ടികളുടെ ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.